സാധാരണ രീതിയിൽ ഡാലിയ പ്ലാന്റ് നമ്മൾ നിലത്ത് നടും, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജഫോറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് എത്രമാത്രം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞാനത് അതിലേക്ക് ആ ഒരു പരീക്ഷണത്തിലേക്ക് ഞാനങ്ങ് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ കുറച്ച് ഡാലിയേൻ്റെ പ്ലാന്റ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള ഡാലിയേൻ്റെ ബൾബുകൾ ഞാൻ നട്ടുപിടിപ്പിച്ച് അന്ന് എന്നോട് കുറേ പേര് ബൾബൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ബൾബ് ഞാനും കുറേ ഇവിടെ പാകിയായിരുന്നു. അപ്പം അതെല്ലാം നല്ലോണം മുളച്ച് വന്ന് അതിൽ നിന്നും കിട്ടിയ നമ്മുടെ ആ ഒരു തൈ ഉണ്ടല്ലോ, അതിനെ ഇപ്രാവശ്യം നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നുവരെ ചെയ്യാത്തൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇത് നമ്മുടെ ഡാലിയേൻ്റെ ബൾബുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ പാകി മുളപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഡാലിയ ബൾബ് കുറേ പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലോണം മുളച്ച് ഇതുപോലെ തൈകളൊക്കെ ആയി കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്, നമുക്ക് ഈ ഒരു ഡാലിയ ചെടി ഉണ്ടല്ലോ, നമുക്കതിനെ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടത് എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഡാലിയ പ്ലാന്റ് നമ്മൾ നിലത്ത് നടും, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഹാങ്ങിങ് പോട്ടിൽ ഡാലിയ ചെടീനെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഇത് എത്രമാത്രം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡാലിയേൻ്റെ ചെടീനെ നിറയ്ക്കുന്നതൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നിറച്ച് വെച്ച നമ്മുടെ ഈ ഒരു ചെടീനെ ഞാൻ ഇതുപോലെ നല്ലൊരു ഹാങ്ങിങ് പോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തു. അപ്പം ഇത് നമ്മുടെ ഈ ഒരു ഡാലിയ പ്ലാന്റിനെ നമുക്ക് കുറച്ച് ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുപോലെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഫ്ലവർ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫ്ലവർ വരാനുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ഹാങ് ചെയ്തിട്ട് നല്ല ബുഷിയാക്കി നമ്മൾ വളർത്തിയെടുക്കുന്നതെന്നാണ്. അപ്പോൾ ഹാങ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ചെടീനെ ഹാങ് ചെയ്തിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു മരം കൊണ്ട് ഇങ്ങനെ ചെറിയൊരു സംഭവം ഇവിടെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മൾ പല ടൈപ്പിലുള്ള ചെടികൾ ഇങ്ങനെ ഞാനിങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, സീസൺ അനുസരിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ കുറച്ച് നമ്മുടെ ഡാലിയ പ്ലാന്റിനെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചെടികളെ ഉണ്ടല്ലോ, മുന്നേ ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് അതുപോലെ തന്നെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഞാനുണ്ടല്ലോ നമ്മുടെ ഈ ചെടികളെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഇനി നല്ല മഴയല്ലേ, അപ്പോൾ ഈ മഴയത്തൊക്കെ നമ്മളിങ്ങനെയുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി കിട്ടുമെന്ന് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഡാലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് മഴക്കാലത്ത് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ. വലിയ മഴയൊന്നും കൊണ്ടാൽ വലിയൊരു കംപ്ലൈൻറ്റ് പറ്റുന്ന ചെടികളല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ എല്ലാവരും വിചാരിക്കുമോ മഴയല്ലേ, ഇനി അങ്ങോട്ട് ചെടികളൊന്നും നട്ടാലും നന്നാകൂല, അതുപോലെ പൂക്കളൊന്നും ഉണ്ടാകൂല, അപ്പോൾ നമുക്ക് അടഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതായത് നമുക്ക് മഴയത്തും നമുക്ക് പൂക്കളെ കാണാനൊക്കെ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചെടികൾ നമ്മൾ നട്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെ നല്ല പൂക്കൾ തരുന്ന ചെടികളാണ് ഒന്ന് ഇതുപോലെ നമ്മുടെ ഡാലിയ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ ഡാലിയ നമ്മുടെ കയ്യിൽ ഇപ്പം ചോദിച്ചാലും തരാനില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാൾസം പ്ലാന്റ്, നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ആയാലും ഡബിൾ പെറ്റൽസിൻ്റെ പ്ലാന്റ് ആയാലും നമുക്ക് പൂന്തോട്ടം നിറച്ച് പൂക്കൾ തരുന്ന ചെടിയാണ്. അപ്പോൾ എൻ്റെ മുന്നേയുള്ള വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഏത് മഴക്കാലത്തും നമുക്ക് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പൂക്കളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബന്ദിച്ചെടികൾ. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് നമ്മൾ കുറേ ബന്ദീൻ്റെ വിത്തുകളൊക്കെ പാതി ഇങ്ങനെ മുളപ്പിച്ച് വെച്ചിട്ട് അതൊക്കെ നമ്മൾ നമ്മുടെ ഓരോ പോട്ടിലാക്കിയിട്ട് മഴയത്തുനിന്നല്ല, ഒത്തിരി മഴ കൊള്ളുന്നിടത്തല്ല, ഒരു ചെറിയൊരു ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ പൂന്തോട്ടം മഴക്കാലത്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ചെടീനെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മുടെ ഈ ഡാലിയ പ്ലാന്റ് നമ്മളിങ്ങനെ ഈ ഒരു ഹാങ്ങിങ് പോട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്ന ചെടിയാണെന്നല്ലേ. അപ്പോൾ അതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താ അറിയാം, ഇതിങ്ങനെ നമ്മുടെ ഈ ഒരു പോട്ടിൽ വളരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഈ തലഭാഗം ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ ചെടികളുടെയും കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ വളർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ വരുന്ന ചെടീൻ്റെ ഈ ഒരു തലഭാഗം ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നും കൂടെ ചെറിയ രീതിയിലൊന്നിങ്ങനെ നുള്ളി കൊടുക്കുക. അപ്പോൾ ഈ നുള്ളി കൊടുക്കുന്നത് നമുക്ക് വേറെ കട്ട് ചെയ്ത് പിടിപ്പിക്കാവേ. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ തലഭാഗം ഇങ്ങനെ നുള്ളി കൊടുക്കണം. അങ്ങനെ നുള്ളി കൊടുത്ത് കഴിയുമ്പോൾ എന്താ, ഈ ഒരു പോട്ട് നിറച്ച് നല്ല ബുഷിയായിട്ട് വരും കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് വരുന്ന മുട്ടുകൾ ഇതിൽ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ പൂക്കളായിട്ട് വിരിഞ്ഞ് നിൽക്കും. അപ്പം അങ്ങനെ ആക്കിയെടുക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പം അതുപോലെ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ പിന്നീട് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.
ഇതിനുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എന്താ ഇതുപോലെ മഴ പെയ്യും. മഴ പെയ്താൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് നമ്മൾ നേരിടേണ്ടതുണ്ട്. അപ്പോൾ ഇനിയൊന്ന് മഴ കുറയട്ടെ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ ഒന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെടീൻ്റെ ചുവട്ടിലുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരാനായിട്ട് നല്ലോണം ചാണകപ്പൊടി ചെടിയുടെ ചുവട് നിറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എന്താക്കും, ചെടി നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വളർന്നു വരും. അങ്ങനെ ഈ ഒരു പോട്ട് നല്ല ബുഷിയായിട്ട് ഇങ്ങ് വന്നു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യണം, പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ NPK 19 ഉണ്ടല്ലോ, അത് നമ്മുടെ ചെടീൻ്റെ ഇലയിൽ കൂടെ നിറച്ചിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് പൂക്കൾ വരും കേട്ടോ. അപ്പം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൽ ഇനി നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു തരണം. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തി നോക്കുക. അപ്പോൾ നമുക്കതിലൊരു വിജയം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡാലിയ പ്ലാന്റ്സൊക്കെ കൈവശം ഉള്ളവർ നമുക്ക് ഈ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ, ഡാലിയേൻ്റെ നമ്മുടെ കയ്യിൽ 1-2 ചെടിയുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ കുത്തിപ്പിടിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് പുതിയ ചെടികളാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി ഇല്ലാത്തവരാണെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ഡാലിയ ചെടിയിൽ സംഘടിപ്പിച്ച് ഇതുപോലെയൊക്കെ നട്ടു കൊടുക്കും കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തരാനില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ നമ്മുടെ ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ ഒത്തിരി നല്ല നല്ല വെറൈറ്റി കളറുകൾ, അപ്പം അതായത് ആ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് വാങ്ങാം. ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും, അതായത് ഈ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അതുകൂടാണ്ട് മറ്റു കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്ന, അപ്പം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട്